ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുകയാണ്. ആമിത ഇവിടെ തന്നെ, ഡാഡി ഇവിടെ തന്നെ. അപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്തെന്ന് വിചാരിച്ചു, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരുന്നപ്പോ ഒന്ന് നമുക്ക് പുറത്ത് എങ്ങോട്ടേലും പോയേക്കാന്ന് വിചാരിച്ചു. ഒരു പ്ലാനും ഇല്ലാതെ എങ്ങോട്ടാ പോകുന്നൊരു യാത്രയും വിചാരിച്ചാ നിങ്ങളെയും കൂട്ടിയേക്കാം. അപ്പൊ നമുക്ക് പോയിട്ട് വന്നാലോ? Come and catch up with me. അങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാത്ത യാത്ര തുടങ്ങിയ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓൾഡ് ദോഹ പോർട്ടിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്ന വലിയൊരു ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിനകത്ത് ഒരു പോർട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അതെ, ഖത്തറിലെ ഓൾഡ് ദോഹ പോർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിനകത്തെ വിശേഷങ്ങൾ കാണണ്ടേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, വരാൻ നേരത്തെ എന്റെ കൂടെ ആമി ഉണ്ടായിരുന്നു, ഡാഡി ഉണ്ടായിരുന്നു, അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഡാഡിയാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ആമി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് സീറ്റിൽ കിടന്ന്. കണ്ടോ, അത് അവളുടെ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഇടാൻ അവൾ സമ്മതിക്കില്ലെങ്കിൽ സീറ്റിലിരുന്ന് അവൾ നന്നായിട്ട് ഉറങ്ങി. ഇനി ഉറങ്ങുന്ന കുഞ്ഞിനെ ഞാൻ പോർട്ട് കാണിക്കാൻ കൊണ്ടുപോകണ്ടേ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എനിവേ, ലെറ്റ് മീ ട്രൈ ടു വേക്ക് ഹർ അപ്പ്. അവളെ എണീറ്റ് നല്ല മൂഡിലാണെങ്കിൽ ഈ പോർട്ടിനകത്തുള്ള വിശേഷങ്ങളും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും. എന്തായാലും പ്ലാൻ ചെയ്തതുപോലെ ലൊക്കേഷൻ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ലൊക്കേഷനിലെത്തി. പക്ഷെ ലൊക്കേഷനിലെത്തിയപ്പോഴേക്കും ആമി ഉറങ്ങിപ്പോയി. എന്താവും നമുക്ക് നോക്കാം. ഈ പോർട്ട് വർക്ക് ചെയ്യുന്നത് ഒരു എയർപോർട്ട് സിസ്റ്റം പോലെയാണ്. ഈ പോർട്ടിന് ഇവിടെ വലിയ വലിയ കപ്പലുകൾ വരുന്നു, അവർ ലാൻഡ് ചെയ്യുന്നു, പാസഞ്ചേഴ്സ് വരുന്നു. അപ്പം നമ്മുടെ എയർപോർട്ട് സിസ്റ്റം പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഇമിഗ്രേഷനും ചെക്കിങ്ങും പാസ്പോർട്ട് ചെക്കിങ്ങും എവറിത്തിങ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്ന് ഇതിനകത്ത് വരുന്ന ക്രൂസിൽ സ്റ്റേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോസ് ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അന്നത്തെ വിശേഷങ്ങളും കൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അന്ന് ആമി തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ അവൾ ഇപ്പം 2 വയസ്സായില്ലേ അവൾക്ക്. അന്ന് അവൾക്ക് ഇതിൻ്റെ ഒരു ഓർമ്മയോ ഒന്നുമില്ലായിരുന്നു. അവൾ ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിലാണ് ഞങ്ങൾ അന്ന് അവളെ ഇവിടെ കൊണ്ടുവന്നത്. അത് ഇവിടുത്തെ ഖത്തറിലെ ഫിഫയുടെ ടൈമിലായിരുന്നു. അപ്പോൾ MSC ക്രൂയിസ് വന്ന സമയവും അന്നത്തെ കുറേ ഓർമ്മകളുണ്ട് ആക്ച്വലി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ. അതിൻ്റെ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ആഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ വിശേഷങ്ങളും കൂടെ കാണിക്കുന്നതായിരിക്കും. ആമി ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. ഉറങ്ങുമല്ലേ ഇവള്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവളൊന്ന് എണീപ്പിച്ച് കുറച്ചൊന്ന് കാണിക്കണം എന്നുണ്ട്. എനിവേ, വി വിൽ ഗോ ഇൻസൈഡ് ആൻഡ് വിൽ വാച്ച് വാട്ട്സ് വി ഹാവ് ദെയർ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലോട്ട് പോയി നോക്കാം. അമ്പു, ലുക്ക് അറ്റ് ഡാഡി. അമ്പുദാ, ഐ നീഡ് ടു. വിൽ ഗോ ഇൻസൈഡ്. നോ, ഷീ ഈസ് സ്റ്റിൽ സ്ലീപ്പി. അങ്ങനെ ഞങ്ങൾ പോർട്ടൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എയർപോർട്ട് സിസ്റ്റം ആണെന്ന്. അതുപോലെ ഇവിടെ ഡിപ്പാർച്ചറും അറൈവലും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഡിപ്പാർച്ചറിൻ്റെ അവിടെയാണ്. അമ്പു അതാ ഉറക്കത്തിൽ നിന്നിട്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അവൾ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.